കൂട്ടായ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആ കുടുംബത്തിൻ്റെ ഒരു അംഗമെന്നോണം അവർ കരുതപ്പെടുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന സന്തോഷം അത് വലിയ സന്തോഷമാണ്. എന്നാൽ അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ദുഃഖകരമായ ഒരവസ്ഥയായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. അവരൊരിക്കലും സ്വന്തം മക്കളുടെ വീട്ടിൽ പോലും പോയി നിൽക്കാൻ ആഗ്രഹിക്കില്ല. കാരണം തിരിച്ചു വരണം, അവരുടെ റൂം, അവരായിരിക്കുന്ന ഇടമാണ് അവർക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ എത്ര വില കൊടുത്തിട്ടാണെങ്കിലും അതിൻ്റെ ഫലമൊക്കെ നമ്മൾ കൊയ്യും, പിന്നീട് കൊയ്യും നല്ല രീതിയിൽ. അപ്പനും അമ്മയുടെയും കാര്യങ്ങൾ അവർക്ക് വാശിയാണ്. ശരിയാണ്, ഒരു പ്രായമൊക്കെ കഴിയുമ്പം അവരുടെ സ്വഭാവത്തിന് പല വ്യത്യാസങ്ങളൊക്കെ വരും. അവർ പിടിവാശി പിടിക്കും, ദേഷ്യപ്പെടും. അപ്പം അങ്ങനെയുള്ളവർ എന്തിനാണ് നമ്മൾ നോക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ഈ മാതാപിതാക്കൾ എന്ന് പറയുമ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് മരുമക്കൾ മാതാപിതാക്കളെ നോക്കുന്ന ഒരു കാര്യം. പണത്തേക്കാളേറെ മാതാപിതാക്കളാണ് മൂല്യം എന്നുള്ളത് വരും തലമുറയ്ക്ക് അച്ഛൻ്റെ അപ്പൻ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ എക്സാമ്പിളിലെ ഡോക്ടർ അങ്കിള്. വീണ്ടും നിങ്ങളെ കാണാൻ സാധിക്കുന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കൊന്ന് സ്വയം പരിചയപ്പെടുത്തി തുടങ്ങാം. നമ്മുടെ വൈദികരെ നിങ്ങൾക്ക് നന്നായി അറിയാം, എന്നാലൊരിക്കൽ കൂടി അവരുടെ പേരുകൾ പറയുന്നു. ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ, ഫാദർ ജോസഫ് ഓണാട്ട്, ഫാദർ ആൽഫിൻ മണവാളൻ, ഞാൻ ഫാദർ ജോസ് തയ്യിൽ. നമ്മൾ കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ. 10 കൽപ്പനകൾ നമുക്കറിയാം. അതിൽ 4ാമത്തെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക, ദൈവം തന്ന കൽപ്പനയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നത്, ദൈവം നിങ്ങൾക്ക് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം വസിക്കുന്നതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. നിയമാവർത്തനത്തിലും ഇത് തന്നെ പറയും. നിയമാവർത്തനത്തിൽ പറയുന്നത് ദൈവം നിനക്ക് തരുന്ന രാജ്യത്ത് നിനക്ക് നന്മയുണ്ടാകാൻ വേണ്ടി നീ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അപ്പൊ വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏതെന്ന് ചോദിച്ചാൽ അത് 4ാമത്തെ കൽപ്പനയാണ്. നമുക്ക് ദീർഘായുസ് കിട്ടണമെങ്കിൽ, ജീവിതത്തിൽ അനുഗ്രഹം കിട്ടണമെങ്കിൽ, നന്മ ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക. എന്താണ് ഈ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് വെച്ചാൽ, എങ്ങനെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ദൈവം അത് കർശനമായിട്ട് പറഞ്ഞിട്ടുള്ളത്, നമുക്കതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇന്ന് വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ്. പലപ്പോഴും മാതാപിതാക്കള് ഒറ്റയ്ക്കാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ്, മക്കളെല്ലാം വിദേശത്താണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഇരിക്കുന്ന ജോസഫ് അച്ഛന് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. കാര്യം അച്ഛൻ ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിന്റെ ഡയറക്ടറായിട്ടാണ് സേവനം അനുഷ്ഠിക്കുന്നത്. അച്ഛൻ്റെ എക്സ്പീരിയൻസസ് ഒന്ന് ഇവിടെ ഒന്ന് പറയാവോ? ഞാൻ ആയിരിക്കുന്ന സ്ഥാപനത്തിൽ 23ഓളം പ്രായമുള്ളവരുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ വിവാഹം കഴിക്കാത്തവരൊക്കെയാണ്. വിവാഹം കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർദ്ധക്യത്തിൽ ഇപ്പം യഥാർത്ഥത്തിൽ ആരും നോക്കുന്നില്ല. അത് വലിയൊരു വെല്ലുവിളി നേരിടുക. പണ്ടൊക്കെ സഹോദരങ്ങളുടെ മക്കളൊക്കെ ഇവരെ നോക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതിന് തയ്യാറായിട്ട് ആരുമില്ല. ഇവർക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലോട്ട് ഇവരെ കൊണ്ട് തള്ളുക എന്നുള്ളതേ അവരുടെ മുമ്പിൽ ഒരു പ്രതിവിധിയുള്ളൂ. അത് പിന്നെ അതവരുടെ വിധി എന്നൊക്കെ ഓർത്ത് അവർ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതവരുടെ വിധി എന്നൊക്കെ പറഞ്ഞ് അവരത് സമാശ്വസിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ വേദനയുള്ളത് എല്ലുമുറിയെ മക്കൾക്ക് വേണ്ടിയൊക്കെ പണിതതിന് ശേഷം ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ ഇവരൊന്ന് വീണു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ മക്കള് ഒട്ടും തയ്യാറാകുന്നില്ല മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെയും അല്ല പറയുന്നത്. എനിക്കവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പച്ചൻ്റെ സങ്കടങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. ഞാൻ രാവിലെ എല്ലാവരെയും ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ഈ അപ്പച്ചൻ്റെ അടുത്ത് ഇരുന്നു. കിടപ്പ് രോഗിയാണ്. പുള്ളി ഒന്ന് വീണായിരുന്നു. ഒരു 60-65 വയസ്സോളം ഉണ്ട്. പുള്ളി വീഴുന്നിടം വരെ പുള്ളി ഓട്ടോ ഓടിച്ചിരുന്ന മനുഷ്യൻ. വീഴുന്നിടം വരെ പുള്ളി ഓട്ടോ ഓടിച്ച് ആ കിട്ടുന്നത് മുഴുവൻ ജീവിത പങ്കാളിയെ വൈഫിനെ ഏൽപ്പിക്കും. പുള്ളിക്ക് അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മക്കൾക്കും ഒക്കെ കൊടുത്തിരുന്നു. ഒരു മകനേ ഉള്ള ആണും ഒരു പെൺകുട്ടിയുണ്ട്, പിന്നെ ഒരു ആൺകുട്ടിയുണ്ട്. പെണ്ണിനെ വിവാഹം കഴിച്ചയച്ചു. പിന്നെ ഈ മകനാണ് മിക്കവാറും ഈ മനുഷ്യൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ. ഇവൻ അല്പം മദ്യപാന ശീലമൊക്കെ ഉണ്ടായിരുന്നു. ഈ അപ്പൻ വീണതോടുകൂടി അപ്പനിൽ നിന്നുള്ള വരുമാനം നിലച്ചതോടുകൂടി ഇവൻ പതുക്കെ അപ്പനെ കുറ്റപ്പെടുത്താനും
അപ്പന് ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാണ് വീണതെന്നും എല്ലാം പറഞ്ഞു അപ്പനെയും അമ്മേനെയും പതുക്കെ പതുക്കെ ഇവന്റെ പേരിൽ എഴുതിയ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇവര് പിന്നെ കുറച്ച് നാളൊക്കെ വാടക വീട്ടിൽ ഈ അമ്മ നോക്കി. ഈ അമ്മയ്ക്കും ക്ഷീണമായി കഴിഞ്ഞപ്പം ഇടവക വികാരി പറഞ്ഞാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത്. ഈ അപ്പൻ സങ്കടം പറയായിരുന്നു, അച്ഛാ, ഞാൻ വാങ്ങിച്ച ഓട്ടോ ഓടിച്ചാണ് ഞാൻ അവനെ വളർത്തിയത്. എനിക്ക് വീണുപോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഓട്ടോ അവന് മുഴുവനായിട്ടും കൊടുത്തു. അതിനുശേഷം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ഓട്ടോയിൽ തന്നെ ഈ അപ്പനെ ഇവൻ കൊണ്ടുപോയ സമയത്ത് ഓട്ടോ കൂലി പോലും അമ്മയുടെ കയ്യിൽ നിന്ന് ഇവൻ പറഞ്ഞു വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ സങ്കടപ്പെട്ടു. ഇയാൾ കൊടുത്ത ഓട്ടോ മകന് കൊടുത്തു, അതും സൗജന്യമായിട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഓട്ടോ ഓടിയതിൻ്റെ ഓട്ടോ കൂലി അമ്മയുടെ അടുത്തു നിന്ന് പറഞ്ഞു വാങ്ങിച്ചു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. ഇത് ഒരു നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ നല്ല ഒത്തിരി കഥകളും നമുക്കറിയാം. പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പം വിദേശത്ത് നല്ല ജോലി ഉണ്ടായിരുന്ന ആളുകളൊക്കെ അത് കളഞ്ഞിട്ട് നാട്ടിലേക്ക് വന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതും കാണാം. ഈ മാതാപിതാക്കളുടെ മക്കള്, അടുത്ത തലമുറ ഈ ജോലി കളഞ്ഞിട്ട് വന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന ഈ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കും. അത് വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ പറഞ്ഞ അപ്പച്ചൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കും ഈ സഹോദരനോടും എൻ്റെ അമ്മയോടും പെരുമാറുന്നു. അപ്പം നമ്മൾ ഇന്ന് വാർദ്ധക്യം ഉള്ളവരുടെ എണ്ണമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ കൂടി വരികയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവർ മാത്രമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ ചുരുങ്ങുകയാണ്. വൃദ്ധസദനങ്ങളിൽ അഡ്മിഷനുകൾ കൂടുകയാണ്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്, എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ നേരിടേണ്ടത്. ഈ കാലഘട്ടത്തെ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പദം മാർക്കറ്റ് കൾച്ചർ അല്ലെങ്കിൽ മാർക്കറ്റ് സംസ്കാരം എന്നാണ് വിളിക്കുന്നത്. ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഈ മാർക്കറ്റ് സംസ്കാരം വരുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആവശ്യമില്ല. ഇന്ന് പല ധനികരുടെയും വീടുകളിൽ പ്രാർത്ഥനകളില്ല, ദേവാലയത്തിൽ പോക്കില്ല. കാരണം അവർക്ക് ആവശ്യമൊന്നുമില്ല. എപ്പോഴാണ് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ദൈവ തിരുമ്പാകെ എന്ന കൈ നീട്ടുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന ആധ്യാത്മികത പോലും മാറിക്കഴിഞ്ഞു. അപ്പൊ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഈ മാർക്കറ്റ് സംസ്കാരം വളരുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, എവിടെ ലാഭമുണ്ടിടത്തെ സേവനം ഉള്ളൂ. എവിടെ ലാഭമുണ്ടോ അവിടെ സേവനം അനുവദനീയമാണ്. ഇപ്പോൾ മാതാപിതാക്കള് അവരുടെ നല്ല പ്രായത്തില് അവര് ലാഭകരമാണ് മക്കൾക്ക് നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവർക്ക് സേവനം ചെയ്യുന്നു. എന്നാൽ അവരുടെ വാർദ്ധക്യത്തിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ഈ മാതാപിതാക്കളിൽ നിന്നും ലാഭകരമായി ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ മാർക്കറ്റ് സംസ്കാരം അനുസരിച്ച് ഇവരെ തള്ളിക്കളയുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മുടെ ഈ സംസ്കാരം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും വളരെ ദുഃഖകരമാണ്. ഇവർ വിചാരിക്കും, ചിലപ്പോൾ മറ്റു മക്കളൊക്കെ വിചാരിക്കുന്ന ഒരു സാധ്യത, ഇവരുടെ ഓൾഡ് ഏജ് ഹോമിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ സമപ്രായക്കാരുടെ ഇടയിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം, അവർക്ക് സംസാരിക്കാം, അവരുടെ ഇടയിൽ സംഭാഷണമൊക്കെ നടത്തി അവർക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് മക്കൾ ധാരണയുണ്ടാകാം. എന്നാൽ അവർ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു കാര്യം, ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ആ കുടുംബത്തോടൊപ്പം ആയിരിക്കുമ്പോഴാണ്. ആ കുടുംബത്തിന്റെ ഒരു അംഗമെന്നോണം അവർ കരുതപ്പെടുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന സന്തോഷം അത് വലിയ സന്തോഷമാണ്. എന്നാൽ അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ തന്നെ ദുഃഖകരമായ ഒരവസ്ഥയായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. വിതയ്ക്കുന്നതാണ് കൊയ്യുള്ളൂ എന്ന് പറയുന്നോണം ഈ സംസ്കാരവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സംസ്കാരം പോലും ഈ കാണിച്ചു കൊടുക്കുന്നതിലാണ്. അതായത് കാണിച്ചു കൊടുക്കാതിരുന്നാണ് ഇപ്പോൾ നടന്നിട്ടുള്ള പല അപജയങ്ങളും. പറഞ്ഞോണം നല്ല ഒരുപാട് എടുത്തു പറയേണ്ട നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മ വയ്യാതായപ്പോൾ തളർന്ന് കിടന്നു. ആ സമയത്ത് ഡേ ടൈമിൽ അമ്മച്ചിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ വേറെ ആരും ഇല്ല. അപ്പോൾ പപ്പയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ലീവ് എടുത്തിരുന്നോ, ജോലി ഉപേക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ ആരും നോക്കാനില്ലല്ലോ. പക്ഷെ പപ്പ ചെയ്തൊരു കാര്യം, അമ്മയെ ജോലിക്ക് വിട്ടു. എന്നിട്ട് ഡേ ടൈമിൽ പപ്പ കടയിൽ നിന്ന് വരും. പപ്പയ്ക്ക് കടയായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് വരും, ഭക്ഷണം കൊടുക്കാനൊക്കെ വരും, നോക്കാനൊക്കെ ആയിട്ട് വരും. ബാക്കിയുള്ള സമയത്തുള്ള ആരെങ്കിലും ആൻറ്റിമാരാരെങ്കിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക, അങ്ങനെ. അപ്പം ഞാൻ കണ്ടിട്ടുള്ള കാര്യമുണ്ട്, പപ്പ ഒരു 4 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്ന് അമ്മമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് വരുന്നത്. ഈ കണ്ട ഞങ്ങൾ ഒരിക്കലും ഈ അപ്പനമ്മയും ഉപേക്ഷിക്കാൻ തയ്യാറാവും. കാരണം എന്തൊരു വാല്യൂ
ഉണ്ട് അവിടെ. എന്തോ ഒരു ഗൗരവത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും അവരെ പരിചരിക്കണമെന്നൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കർത്താവ് തന്ന മാതാപിതാക്കൾ അവരുടെ കുറവുകളിലേക്ക് നോക്കല്ല. നമ്മൾ അച്ഛൻ പറഞ്ഞോണം, മാതാപിതാക്കൾ എപ്പോഴും വീട്ടിലായിരിക്കുന്നതാണ് അവർക്ക് സന്തോഷം. പല അപ്പന്മാരും അമ്മമാർ വീട്ടിൽ നിന്ന് മാറുകയില്ല. അവരൊരിക്കലും സ്വന്തം മക്കളുടെ വീട്ടിൽ പോലും പോയി നിൽക്കാൻ ആഗ്രഹിക്കില്ല. കാരണം തിരിച്ചു വരണം, അവരുടെ റൂം, അവരായിരിക്കുന്ന ഇടമാണ് അവർക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ എത്ര വില കൊടുത്തിട്ടാണെങ്കിലും അതിൻ്റെ ഫലമൊക്കെ നമ്മൾ കൊയ്യും, പിന്നീട് കൊയ്യും നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരത്തിലോട്ടൊക്കെ. ഇപ്പം മാർക്കറ്റ് കൾച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന് പലപ്പോഴും മക്കള് എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ നോക്കാൻ പറ്റാത്തത്? അതൊരു ഭാരം, ഒന്ന് സാമ്പത്തികമായ ഭാരം ഉണ്ടാകാം, മറ്റ് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുത്തുന്നോ, അതല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഇവിടെ എല്ലാം ഈ മക്കളും മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, ഇന്ന് ഈ മകനോ മകളോ ആയിരിക്കുന്നു, ജീവിക്കുന്നു, അവർക്കൊരു കുടുംബമുണ്ട്, അവർക്ക് നല്ല നിലയുണ്ടാവും, ഇതണ്ട, അതിനൊരു കാരണക്കാരാണ് ഇവരൊന്ന ചിന്ത നമ്മൾ മറന്നു പോകുന്നു. ഇന്ന് ഞാൻ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു കാരണം എന്താ? ഈ മാതാവും പിതാവും എനിക്ക് ജന്മം തരാൻ മനസ്സ് കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ്. അവർ ആ സമയത്ത് തീരുമാനിക്കുമായിരുന്നു ഇന്നിവൻ വേണ്ട അല്ലെങ്കിൽ ഇവള് വേണ്ട എന്നായിരുന്നെങ്കിൽ ആ ഒരു നിമിഷം കൊണ്ട് ഇവൻ ഇന്ന് ഈ ലോകത്തുണ്ടാവില്ല. അപ്പം യഥാർത്ഥത്തിൽ ഈ ബഹുമാനിക്കുക എന്ന് പറയുമ്പം, ഞാൻ ഇന്ന് ഈ ലോകത്തായിരിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ അനുവദിച്ചത് കൊണ്ടാണ്. അതിന് ഞാൻ തിരിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു നന്ദിയും കടപ്പാടുമാണ് ഈ ബഹുമാനം എന്നുള്ളത്. അവരെ ശുശ്രൂഷിക്കുക. ഇപ്പം നമ്മൾ ഇവിടെ വചനത്തിൽ പറഞ്ഞല്ലോ, ദീർഘായുസ് ഉണ്ടാകും, നന്മയുണ്ടാകും. നല്ലൊരു ഉദാഹരണം എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബം. അവിടെ അപ്പച്ചൻ നേരത്തെ മരിച്ചു. അമ്മയായിരുന്നെങ്കിൽ പ്രായമാകുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റ് ഒക്കെ വന്ന് ചെറിയ തളർച്ചയൊക്കെ വന്ന്, അപ്പം ആരെങ്കിലും സഹായത്തിന് വേണം, അങ്ങനത്തെ ഒരു ഇതിലാണ്. പക്ഷെ അമ്മ ഒരു പിടിവാശിക്കാരിയൊക്കെയാണ്. അപ്പൊ പിടിവാശിക്കാരിയൊക്കെ ആയതുകൊണ്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. അപ്പൊ ഈ കുടുംബം, ഈ അമ്മയുടെ മകനും മകന്റെ ഭാര്യയും 2 മക്കളും, ഇവരാണ് ആ കുടുംബത്തിലുള്ളത്. അപ്പൊ ഈ അമ്മയ്ക്ക് എല്ലാത്തിനും ഒരു സഹായം വേണ്ടതുകൊണ്ട് ഈ കുടുംബത്തിന്റെ വലിയൊരു എന്താന്ന് വെച്ചാൽ, ഒരു പരിപാടി ഉണ്ടെങ്കിൽ, ഒരു കല്യാണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഇവർക്ക് 4 പേർക്കും പോകാൻ പറ്റില്ല. കാര്യം അമ്മയെ തനിച്ചാക്കി പോകാൻ പറ്റില്ല. അമ്മയ്ക്ക് എല്ലാത്തിനും ഒരു സഹായം വേണം. അപ്പൊ ഈ അപ്പനും അമ്മയും മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം, 3 പേരെ പോകത്തുള്ളൂ, ഒരാൾ വീട്ടിലിരിക്കണം. അതായത് 2 മക്കളുണ്ട്, 2 കൊച്ചുമക്കളുണ്ട്, ഒരാണും പെണ്ണുവാ. അതിലൊരാൾ അവിടെ ഇരിക്കും. പക്ഷെ അത് അവർക്കൊരു സങ്കടമായി, ഓക്കെ, തുടക്കത്തിൽ ഒരു സങ്കടമായിരുന്നു, പക്ഷെ പിന്നീട് അത് അവർക്ക് ഒരു സങ്കടമായിട്ട് തോന്നിയില്ല. അത് അവരൊരു റുട്ടീൻ പോലെയായി. ഏതൊരു പരിപാടിക്ക് പോകുമ്പോഴും ഈ മക്കളിൽ ഒരാൾ അവിടെ ഇരിക്കും, ബാക്കിയുള്ളവർ പോകും. പിന്നീട് കണ്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ അമ്മ മരിച്ചു കഴിഞ്ഞു. ഇതിൽ മൂത്തത് മകളാ, അവൾക്കൊരു കല്യാണാലോചന. അപ്പൊ അവർക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു സ്ഥിതിയൊന്നുമില്ല, ഒരു ആവറേജ് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം, മിഡിൽ ക്ലാസ് ആവറേജ് ഫാമിലിയാണ്. ഇവൾക്ക് പഠിത്തമുണ്ടോ എന്ന്, ഒരു MA ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗോ അങ്ങനത്തെ സാധനമൊന്നും അല്ല, ഒരു MA പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവളെ ഓക്കെ, ഒരു നോർമൽ ഒരു പെൺകൊച്ച്, കുഴപ്പമില്ലാത്ത. കല്യാണം ആലോചിച്ചു. ആദ്യത്തെ കല്യാണം തന്നെ വന്നത് ഓസ്ട്രേലിയയിൽ നിന്ന്. അപ്പൊ ഇവരാരും പ്രതീക്ഷിച്ചില്ല ഈ കല്യാണം നടക്കുമെന്ന്. ഓസ്ട്രേലിയയിൽ അവർ സെറ്റിൽഡ് ഇൻ ഓസ്ട്രേലിയ, സാമ്പത്തികമായി വളരെയധികം ഇവരെക്കാളും വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബം. പക്ഷെ ഇവർ വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു, ആ വിവാഹം നടന്നു. ഇവള് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഓസ്ട്രേലിയയിൽ പോകുന്നു. നേരെ ചൊവ്വ ഇംഗ്ലീഷ് പോലും ഇവിടെ സംസാരിക്കില്ല. ഇവിടെ ഓസ്ട്രേലിയയിൽ പോകും. പക്ഷെ ഇന്ന് മനോഹരമായ ഒരു കുടുംബജീവിതമാരാണ് നയിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇവരെടുത്തൊരു ത്യാഗം അതിന്റെ പുറകിലുണ്ട്. ഈ അമ്മയെ നോക്കാം. ഈ അമ്മ പിടിവാശിക്കാരിയോ ദേശീയക്കാരിയോ എല്ലാമാണ്. ഓർത്തോളം, ഈ കൊച്ചുമക്കൾ കൂടെ നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷെ ഇവരത് നിന്നു. ഈ അമ്മയുടെ എല്ലാ കാര്യങ്ങളും, അവസാന കാലഘട്ടത്തിൽ അമ്മ കട്ടിലേ തന്നെയായിരുന്നു. അപ്പോഴും ഇവര് തന്നെയാണ് എല്ലാം ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ അനുഗ്രഹം ആ കുടുംബത്തിന് കിട്ടി. അപ്പൊ അത് പലർക്കും ഒരു പാഠമാണ്. ശരിയാണ്, ഇന്ന് പലരും പറയുന്ന ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ, അപ്പനും അമ്മയുടെയും കാര്യങ്ങൾ അവർക്ക് വാശിയാണ്. ശരിയാണ്, ഒരു പ്രായമൊക്കെ കഴിയുമ്പം അവരുടെ സ്വഭാവത്തിന് പല വ്യത്യാസങ്ങളൊക്കെ വരും. അവര് പിടിവാശി പിടിക്കും, ദേഷ്യപ്പെടും. അപ്പൊ അങ്ങനെയുള്ളവർ എന്തിനാണ് നമ്മൾ നോക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ഈ മാതാപിതാക്കൾ എന്ന് പറയുമ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, മരുമക്കൾ മാതാപിതാക്കളെ നോക്കുന്ന ഒരു കാര്യം. ഇതെന്റെ അപ്പനും അമ്മയല്ലല്ലോ, ഭർത്താവിന്റെ അമ്മയപ്പനും അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയപ്പനും അല്ലേ എന്നുള്ളൊരു ചിന്ത. അത് സ്വന്തം മാതാപിതാക്കളായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അത് സ്വന്തം മാതാപിതാക്കളായിട്ട് കാണും. ഇവർ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതും അതിനകത്ത് പെട്ടുകഴിഞ്ഞു. അവരെ ബഹുമാനിക്കുക, പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു മാതൃക കൊടുക്കുക. ഈ മക്കള് യഥാർത്ഥത്തിൽ അപ്പനെയും അമ്മേനെയും എങ്ങനെ നോക്കണമെന്ന് കണ്ടുപഠിക്കുന്നത് എങ്ങനെയാ? ഇവരുടെ അപ്പനും അമ്മയും ആ അപ്പനും അമ്മേനെ എങ്ങനെ നോക്കി എന്നുള്ളത് പോലെയാണ്. അപ്പം ഈ അപ്പനും അമ്മയും അവരുടെ അപ്പനെയും അമ്മയും ഉപദ്രവിക്കുമ്പോൾ മക്കൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അപ്പനെയും അമ്മേനെ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബില് വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അമ്മ ഒരു
തോന്നിയ ഒരു പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ കുടുംബം കുഴിമന്തി കഴിക്കുന്നു. അപ്പം മകൻ വന്ന്, അതായത് കൊച്ചുമകൻ വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ, അതായത് ഈ അമ്മയുടെ അമ്മയ്ക്കാണ് ഈ കൊടുത്തത് ഇങ്ങനെ, അമ്മ പ്രായമാകുമ്പോൾ അതേ പാത്രത്തിൽ തന്നെ ഞാൻ അമ്മയ്ക്ക് ചോറ് തന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? അപ്പം അങ്ങനെ, അപ്പൊ ഈ മക്കള് നോക്കി പഠിക്കുന്നത് മാതാപിതാക്കൾ അവരുടെ അപ്പനോടും അമ്മയോടും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് പോലെയാണ്. അപ്പം ഇതിനകത്തൊരു വെല്ലുവിളിയാണ്. ഇനി ഇതിനകത്ത് അടുത്തൊരു വെല്ലുവിളി, ഇന്ന് കാലഘട്ടത്തിൽ നമ്മളിത് പറയുമ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് പലരും മക്കൾ പുറത്താണ്, മാതാപിതാക്കൾ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് അവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു സങ്കടം ഇപ്പോൾ ഉണ്ട്. അച്ഛൻ ഇത്രയും പറഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത അത് തന്നെയായിരുന്നു. കാരണം ഇന്ന് ഒരു സാധാരണ അല്ലാണ്ട് ഒരു നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ദമ്പതികൾക്ക് പോലും നമ്മുടെ കേരളം അപ്രാപ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി. കാരണം അവർക്ക് മുമ്പോട്ട് വളരാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള വിവേചനങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവരോടും കത്തോലിക്കരോടും ഒക്കെ പുലർത്തുന്ന നിലപാടുകളൊക്കെ തന്നെ കേരളത്തിൽ ഇനി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന ആ സമയത്ത് ഈ മാതാപിതാക്കളെ എന്തു ചെയ്യുമെന്നൊക്കെ ഉള്ളത് നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. ഞാനൊരു ചെറിയൊരു അനുഭവം പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയതുകൊണ്ടാണ് പങ്കുവയ്ക്കുന്നത്. എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെല്ലാം വിദേശത്തായിരുന്നു ജനിച്ചു വളർന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ 10ാം ക്ലാസ് ആകുന്ന സമയമായി കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യപ്പനും വല്യമ്മയ്ക്കും, ഞങ്ങൾ തറവാട്ടിലാണ്, അപ്പനും അമ്മയും തറവാട്ടിലാണ്. അപ്പോൾ അവർക്ക് ക്ഷീണമായി. ഞാൻ ഓർത്തു നോക്കുന്നത്, അന്ന് ആ കാലയളവിൽ ഞങ്ങളായിരുന്ന രാജ്യത്തൊരു നിയമം വന്നിരുന്നത്, നഴ്സുമാർ, എൻ്റെ അമ്മ നേഴ്സായിരുന്നു, നഴ്സുമാരുടെ ശമ്പളം അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് കൂട്ടുന്ന ഒരു കാലയളവാണ് ആ കാലയളവ്, ഈ 2006-2007 കാലയളവ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ശമ്പളം ഇപ്പോൾ ആയിരുന്നതിൻ്റെക്കാൾ 4 ഇരട്ടിയായി. കാരണം 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിൽക്കുമ്പോൾ 4 ഇരട്ടിയായി. ഏകദേശം നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ശമ്പളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് മറുവശത്ത് എൻ്റെ വല്യപ്പനും വല്യമ്മയും വീട്ടിലിങ്ങനെ കിടപ്പായിരുന്നൊരു കാലയളവ്. ആ കാലയളവിൽ കുടുംബം വലിയൊരു തീരുമാനത്തിലൂടെ കടന്നുപോയി. അന്ന് എൻ്റെ അപ്പൻ എടുത്ത ഒരു തീരുമാനമുണ്ട്, നമുക്ക് ജോലിയെക്കാളും പ്രധാനം വല്യപ്പനും വല്യമ്മയാണ്, നമ്മളൊരു കുടുംബമായിട്ട് നിൽക്കും. അന്ന് അവരെടുത്തൊരു തീരുമാനം ഞങ്ങളുടെ മുമ്പിൽ, ഞാനും അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ ശമ്പളം നമുക്ക് കുറച്ച് കാലം കൂടെ ഇവിടെ നിന്നാൽ, ഒരു 3-4 വർഷം കൂടെ നിന്നാൽ ഒരു സാമ്പത്തിക നിലയാകും. അങ്ങനെ ഞാനും എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക്, എൻ്റെ 10ാം ക്ലാസ്സാണ് ആ സമയത്ത്, ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഉത്തരം ഒന്ന് തന്നെയുള്ളൂ, നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. അന്നുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷെ ഇന്ന് ഈ ദിവസം ഇരുന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണെന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. ഇത് പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വിദേശ മണ്ണിൽ നിന്നും ജോലി ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പാദ്യം, ആ സമ്പാദ്യത്തെക്കാൾ വലിയൊരു സമ്പാദ്യമുണ്ട് ഈ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു കഴിഞ്ഞ് ഒടുവിൽ അവരുടെ കൈകൾ നമ്മുടെ ശിരസിന് മുകളിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു കുടുംബവും ആ കുടുംബത്തിന്റെ വരും തലമുറകളുമാണ്. അത് വിലമതിക്കാൻ, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഇതിനെല്ലാം കാതലായി നിൽക്കുന്നത്, ബദലായി നിൽക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകളാണ്. ഇനി ഇപ്പോൾ നാളെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിനല്ല, മറിച്ച് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നമ്മൾ ഈ ജീവിതത്തെ നോക്കി കാണുമ്പോൾ വലിയൊരു അനുഗ്രഹം തീർച്ചയായിട്ടും ഈ പിൻതലമുറയിലേക്ക് കടന്നു വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതായത് അച്ഛൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇന്ന് പലരും വിദേശത്തേക്ക് കടക്കുന്നത് അവരൊരു സാമ്പത്തിക വരുമാനം കൂട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവിടെ ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ സാമ്പത്തികമായി ചിലപ്പോൾ അത്രയും ഉയർച്ചയൊന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലായത്, നമ്മളിവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സമ്പത്ത് ദൈവം തരും. വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ, ഇത് അച്ഛൻ പറഞ്ഞപ്പം തൃശ്ശൂരുള്ള ഒരു ഡോക്ടറിന്റെ കുടുംബത്തെ എനിക്ക് നന്നായി അറിയാം. അതില് അങ്കിള് ഡോക്ടറാണ്, എൻ്റെ ഒരു സാറാണ്. പുള്ളി UK-യിലായിരുന്നു. 4 മക്കൾ അവിടെ വെച്ചാണ് ജനിച്ചതും എല്ലാം. മക്കളൊക്കെ വലുതായി വരുന്നു. അപ്പോഴാണ് അങ്കിളുടെ പേരൻസ് പ്രായമായി, ആന്റിക്ക് ജോലിയില്ല. അപ്പൊ അങ്കിള് തീരുമാനിക്കുവാണ് നാട്ടിലെ ജോലി ചെയ്ത്, നാട്ടിൽ ഡോക്ടർ പണി ചെയ്ത്, മക്കളൊക്കെ ഇപ്പൊ 10ാം ക്ലാസ്സൊക്കെ ആവുന്നേ ഉള്ളൂ, അത്രയും പോലും ആയിട്ടില്ല. അപ്പൊ അവര് തീരുമാനിച്ചു, നാട്ടിലേക്ക് വന്നു. അപ്പൊ അവരുടെ വീട് അന്നുള്ളത് തറവാട് വീടാണ്. അപ്പൊ ഈ തറവാട് വീട് അപ്പൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ തറവാട് വീട് ഒന്നും ചെയ്യാൻ അപ്പൻ സമ്മതിക്കില്ല. അപ്പൊ ബാത്റൂമൊക്കെ എന്നുള്ളത് പഴയ ബാത്റൂമാ. ഓർത്തോണം, ഈ മക്കള് ജനിച്ചു വളർന്നത് UK-ലാണ്. അപ്പൊ അവരവിടുത്തെ ബാത്റൂം സിസ്റ്റം ഒക്കെ എന്തായിരിക്കും? ഇവിടെ വന്നിട്ട് ഈ തറവാട്ട് വീട്ടിലെ ബാത്റൂം സിസ്റ്റം എന്തായിരിക്കും?
പക്ഷെ ഈ അപ്പനും അമ്മയുടെയും കീഴിൽ ഈ മകൻ ഇവരെ മക്കളെ കൊണ്ടുവന്ന് ജീവിച്ചു. അപ്പനും അമ്മയും നന്നായി നോക്കി. അപ്പനും അമ്മയും മരിച്ചു. ഇന്ന് ഈ ഡോക്ടർ റിട്ടയർഡ് ലൈഫൊക്കെ നയിക്കുന്നു. ഈ ഡോക്ടറിന്റെ 4 മക്കള്, 2 മക്കള് ഡോക്ടർമാരാണ്, 2 മക്കൾ എഞ്ചിനീയർമാരാണ്. അവര് കല്യാണം കഴിഞ്ഞ് മനോഹരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. ഈ ഡോക്ടറെ അങ്കളെ നോക്കാൻ 2 മക്കളും ചുറ്റും തന്നെയുണ്ട്. അപ്പൊ അതൊരു മാതൃകയാണ്. അതായത് യഥാർത്ഥത്തില് ജോലിയിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ UK നിന്ന് കിട്ടുന്ന സമ്പത്തിനേക്കാളേറെ വലിയ സമ്പത്തും മൂല്യവും എന്ന് പറയുന്നത് തങ്ങളുടെ തന്നെ മാതാപിതാക്കളാണെന്നോ വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ പുണ്യമാണ് നമ്മളിൽ വളർത്തിയെടുക്കേണ്ടതെന്ന് തോന്നുന്നു. ഈ ഉദാഹരണങ്ങളിലെല്ലാം തന്നെ നമ്മൾ പണം അല്ല സമ്പത്തിനേക്കാളേറെ മാതാപിതാക്കൾക്ക് മൂല്യം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ തലമുറയ്ക്ക് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ സാധിക്കത്തുള്ളൂ. അച്ഛൻ പറഞ്ഞത് കണക്ക് ഒരു കാലഘട്ടത്തിൽ കുറച്ച് സമ്പാദിച്ചു, അതിനുശേഷം തിരികെ വന്ന് മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ടതാണ് വലിയ ദൗത്യം എന്നുള്ള വലിയ ബോധ്യം വന്നു. പണത്തേക്കാളേറെ മാതാപിതാക്കളാണ് മൂല്യം എന്നുള്ളത് വരും തലമുറയ്ക്ക് അച്ഛൻ്റെ അപ്പൻ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ എക്സാമ്പിളിലെ ഡോക്ടർ അങ്കിള് ആ ആളാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തന്ന വലിയ മാതൃക എന്ന് പറയുന്നത് തങ്ങളെ സ്നേഹം നൽകി വളർത്തിയ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവർക്ക് സ്നേഹം നൽകുന്നതാണ് തനിക്ക് ലഭിക്കുന്ന വലിയ സംഖ്യ ശമ്പളത്തേക്കാളേറെ മൂല്യമുള്ളതെന്നുള്ളത്. അപ്പോൾ അത് വിശ്വാസത്തിൽ നിന്നുള്ളതാകുന്ന ഒരു കാര്യമാണ്, യേശുവിലുള്ള വിശ്വാസം മൂലം. അതുകൊണ്ടാണ് മരണക്കിടക്കയിൽ അല്ലെന്നുണ്ടെങ്കിൽ കുരിശിൽ കിടക്കുമ്പോൾ പോലും സ്വന്തം അമ്മയെക്കുറിച്ച് ഈശോ ചിന്തിച്ചത്. അടുത്ത് നിന്ന ശിഷ്യൻ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യന്റെ കയ്യിൽ മാതാവിനെ ഏൽപ്പിച്ചിട്ട് പറയുന്നു നോക്കിക്കണമെന്നുള്ളത്. അതിനുശേഷം വചനം ഇങ്ങനെയാണ് പറയുന്നത്, അമ്മയെ സ്വഗൃഹത്തിൽ ഈ മകൻ സ്വീകരിച്ചു എന്നുള്ളത്. അപ്പോൾ ഈശോയിലുള്ള വിശ്വാസവും സ്നേഹം എന്ന വലിയ പുണ്യവുമാണ് നമ്മുടെ കുടുംബങ്ങളെ നിലനിർത്തുന്നത്. നമുക്കൊരു ഗാനം ആലപിച്ചാലോ? ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോ നാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. സ്നേഹം ധരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം, സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു മനുഷ്യൻ ചോദിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവായ യേശുവിൽ ആഴമായി വിശ്വസിക്കുകയും ദൈവപരിപാലനയിൽ അടിയുറച്ച് ആശ്രയിക്കുകയും ചെയ്യുന്ന നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ അത് വലിയ ശക്തിയായിട്ട് രൂപപ്പെടും. അവിടെ ആരും വാർദ്ധക്യം സ്നേഹദാരിദ്ര്യം കൊണ്ട് ജീവിച്ചു തീർക്കത്തില്ല. മറിച്ച് മാതാപിതാക്കളും മക്കളും അവരുടെ മക്കളും ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത തലമുറയും കാണുവാൻ ഈ മാതാപിതാക്കൾക്കും വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്കും ഒക്കെ ദൈവം ഭാഗ്യം നൽകും. അതാണ് വലിയ അനുഗ്രഹം. സമ്പത്തിനേക്കാളൊക്കെ ഏറെ, നമ്മുടെ സുഖങ്ങളെക്കാളൊക്കെ ഏറെ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഈശോ വസിക്കുന്ന ഒരു കുടുംബം രൂപപ്പെടുത്തേണ്ടതാണ്. നമ്മുടെയൊക്കെ പഴയ കുടുംബങ്ങളിൽ പുറത്ത് കാണുന്ന ഒരു ബോർഡായിരുന്നു ഈശോ ഈ കുടുംബത്തിൻ്റെ നാഥൻ. ഇന്നത് ഈശോയുടെ ചിത്രങ്ങളായിട്ട് മാറി. പക്ഷെ ഈശോ പുറത്തു നിൽക്കാതെ, ഈ ചിത്രങ്ങൾ പുറത്തു കാണാതെ ഈശോയാണ് നാഥൻ എന്നുള്ള വലിയ ബോധ്യം, വിശ്വാസം, ഈശോ നൽകുന്ന സ്നേഹം,
ദൈവപരിപാലനയുള്ള ആശ്രയം, ഇതൊക്കെ രൂപപ്പെടുന്ന കുടുംബം അതൊരു കുടുംബമായിട്ട് തന്നെ നിൽക്കും. അത് വലിയൊരു ശക്തിയായിട്ട് രൂപപ്പെടും. അതാണ് നമ്മുടെ പഴയ തലമുറകളൊക്കെ നമുക്ക് പകർന്നു തന്ന വലിയൊരു മാതൃക. ആ ഒരു മാതൃകയിൽ അടിയുറച്ച് വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കട്ടെ. നശിച്ചു പോയിക്കൊണ്ട് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബ മൂല്യങ്ങൾ ഒരല്പവും കൂടെ പടുത്തുയർത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ 4 വൈദികരും ഒത്തിരി സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ.